പാരമ്പര്യമായി മുൻപ് പ്രധാന മുന്നണികൾക്കും വലിയ കക്ഷികൾക്കും മാത്രം ലഭിച്ചിരുന്ന ഈ പദവിയിലേക്ക് ഇപ്പോൾ ബിജെപിയും എത്തിച്ചേർന്നിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കേരള നിയമസഭയിൽ ബിജെപിക്ക് ഒരു പാർലമെന്ററി പാർട്ടി ഓഫീസ് നിയമസഭയ്ക്ക് ഉള്ളിൽ ലഭിക്കുന്നത്. സഭയ്ക്കുള്ളിലെ പാർട്ടി പ്രതിനിധികളുടെ സുഗമമായ പ്രവർത്തനത്തിനും പാർലമെന്ററി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഈ പുതിയ ഓഫീസ് സംവിധാനം ഏറെ സഹായകരമാകും എന്നും ബിജെപി സംസ്ഥാന നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുകയാണ്. നമസ്കാരം. കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി നിയമസഭയ്ക്ക് ഉള്ളിൽ ബിജെപി പാർലമെന്ററി പാർട്ടിക്ക് ഒരു ഓഫീസ് തുറന്നിരിക്കുകയാണ്. നിയമസഭാ സമുച്ചയത്തിനുള്ളിൽ ബിജെപി പാർലമെന്ററി പാർട്ടിക്ക് ഔദ്യോഗികമായി ഓഫീസ് അനുവദിച്ചുകൊണ്ട് നിയമസഭാ സ്പീക്കറുടെ ഓഫീസ് പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നു. പാരമ്പര്യമായി മുൻപ് പ്രധാന മുന്നണികൾക്കും വലിയ കക്ഷികൾക്കും മാത്രം ലഭിച്ചിരുന്ന ഈ പദവിയിലേക്ക് ഇപ്പോൾ ബിജെപിയും എത്തിച്ചേർന്നിരിക്കുകയാണ്. നിയമസഭാ സമുച്ചയത്തിൻ്റെ 3-ാം നിലയിലുള്ള 302-ാം നമ്പർ മുറിയിലാണ് ബിജെപിയുടെ പാർലമെന്ററി പാർട്ടി ഓഫീസായി ഉപയോഗിക്കാൻ സ്പീക്കർ വിട്ടു നൽകിയിരിക്കുന്നത്. എന്തായാലും പുതിയ ഓഫീസിൻ്റെ ദൈനംദിന ചുമതലകൾ ഏകോപിപ്പിക്കുന്നതിനായി ഒരു യുവമോർച്ച സംസ്ഥാന നേതാവിനെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുണ്ട് എന്നും പാർട്ടി വൃത്തങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സഭയ്ക്കുള്ളിലെ പാർട്ടി പ്രതിനിധികളുടെ സുഗമമായ പ്രവർത്തനത്തിനും പാർലമെന്ററി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഈ പുതിയ ഓഫീസ് സംവിധാനം ഏറെ സഹായകരമാകും എന്നും ബിജെപി സംസ്ഥാന നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുകയാണ്. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കേരള നിയമസഭയിൽ ബിജെപിക്ക് ഒരു പാർലമെന്ററി പാർട്ടി ഓഫീസ് നിയമസഭയ്ക്ക് ഉള്ളിൽ ലഭിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ചടങ്ങുകൾ, ഉദ്ഘാടന ചടങ്ങുകൾ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുകൂടാതെ വി മുരളീധരൻ MLA, പാർലമെന്ററി പാർട്ടി നേതാവ് ബി ഗോപകുമാർ ഉൾപ്പെടെ ഉള്ളവർ ഈ ഒരു ചടങ്ങിൽ നിലവിലിപ്പോൾ പങ്കെടുക്കുകയാണ്. ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, ബഹുമാനായ മുൻ സംസ്ഥാന അധ്യക്ഷനും MLA-മായിട്ടുള്ള ശ്രീ മുരളിയേട്ടൻ, ബഹുമാനായ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ കുമ്മനം രാജേട്ടൻ അടക്കമുള്ള പാർട്ടിയുടെ വിവിധ തലങ്ങളുടെ നേതാക്കന്മാർ, സഹപ്രവർത്തകർ, ഏറെ ബഹുമാനായ മാധ്യമ സുഹൃത്തുക്കളെ, ബിജെപിയെ സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിന്റെ ഓഫീസിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ പാർലമെന്ററി കമ്മിറ്റിയുടെ ഓഫീസ് കേരള നിയമസഭയിൽ ഈ നിയമസഭാ സെക്ഷൻ മുതൽ ഒരു ചരിത്രപരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. രണ്ട് മുന്നണികൾക്കും ബദലായി ബിജെപി ജനപക്ഷത്ത് നിന്നുകൊണ്ട് കേരളത്തിന്റെ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ ജനകീയ ആവശ്യങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ഒരു ഓഫീസായിട്ട് ഈ പാർലമെന്ററി കമ്മിറ്റി ഓഫീസ് മാറുകയാണ്. ഒപ്പം കേരളത്തിന്റെ ഒരു പുതിയ ദിശാബോധം, ഭരണപരമായ മാറ്റത്തിനുള്ള തുടക്കവുമായി ഈ ഓഫീസിന്റെ പ്രവർത്തനം മാറുകയാണ്. അതിന് സഹകരിച്ച എല്ലാവരോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ നേടി ചരിത്ര വിജയം തന്നെയാണ് ബിജെപി സംസ്ഥാനത്ത് നേടിയിരിക്കുന്നത്. ഇനി 2029 ബിജെപിയുടെ ലക്ഷ്യം. അതായത് മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ബിജെപി സംസ്ഥാന നേതൃത്വം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആ മണ്ഡലത്തിൻ്റെ ചുമതല നൽകി പ്രഭാരിമാരായി നിയമിക്കാനാണ് ബിജെപിയുടെ നീക്കം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലങ്ങളിലാണ് ബിജെപി പുതിയ പരീക്ഷണം നടത്താനൊരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ മിന്നും വിജയം നേടിയതോടെ വലിയ ആത്മവിശ്വാസമാണ് ബിജെപിക്ക് കൈവന്നിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബിജെപി 2ാം സ്ഥാനത്ത് എത്തിയ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പ്രഭാരിയാകും. ആറ്റിങ്ങലിൽ കെ സുരേന്ദ്രൻ, പത്തനംതിട്ടയിൽ അനൂപ് ആന്റണി, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ സന്ദീപ് വചസ്പതി, കൊല്ലത്ത് ചാത്തന്നൂർ
MLA ആയ BB ഗോപകുമാർ എന്നിവരെയാണ് പ്രഭാരിമാരായി പരിഗണിക്കുന്നത്. പ്രഭാരിമാരെ 2 ആഴ്ചയ്ക്കുള്ളിൽ പരിഗണിക്കും എന്നുള്ള നിർണായകമായ റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. ശേഷം മണ്ഡലത്തിൽ പൂർണ്ണ സമയം ചെലവഴിക്കാനാണ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച ചില സീറ്റുകൾ BJPക്ക് നഷ്ടമായിരുന്നു. അതിൽ ഒന്നായിരുന്നു പാലക്കാട്. ശോഭാ സുരേന്ദ്രൻ്റെ പരാജയത്തിൻ്റെ കാരണം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാത്തതാണ് എന്ന വിമർശനം ഇതോടെ BJP കോർ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൂടിയാണ് 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കാൻ നേതാക്കളെ BJP ഇറക്കുന്നത്. ഇവിടെ നിയമസഭയ്ക്കുള്ളിൽ ചരിത്ര നേട്ടം കൊയ്തതുപോലെ 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വിസ്മയം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് BJP സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.